വെൽക്കം ബാക്ക് അവർ നെക്സ്റ്റ് വ്ലോഗ്. അപ്പം ഇന്ന് നമ്മ വീണ്ടും ഹോസ്പിറ്റലിൽ തന്നെ പോവുകയാണ്. നൈസായിട്ട് പ്ലാസ്റ്റർ ഇടേണ്ട സീനായിട്ടുണ്ടാകാൻ. അപ്പം അതുകൊണ്ട് ഇനി ഇത്ര നാൾ വ്ലോഗ് തുടങ്ങിയിട്ട് പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എന്നാലേ അടുത്ത അടിപൊളി വ്ലോഗുകൾ കാണാൻ പറ്റുള്ളൂ. ഏയ് തുള്ളിച്ചാടണ കുഞ്ഞിപ്പുഴു എന്നാ കേറിക്കോ. അയ്യോ ഇതാണ് കഥ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു. എന്താണ് പറയാനുള്ളത്? എന്ത് പറയാൻ, എന്താണ് നമുക്ക് പറയാം. ഈ വ്ളോഗിലെങ്കിൽ ഒരു 100K ഫോളോവേഴ്സ് അല്ലെങ്കിൽ വ്യൂസ് കാണാൻ പറ്റുമോ? ഒക്കെ 2-3 പേരൊക്കെ കാണുന്നത്. എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവും. ഈ കാണുന്ന ആൾക്കാര് ഇതെല്ലാവർക്കും അയച്ചു കൊടുത്ത് ഷെയർ ആക്കാം. ഇതിന്റെ റവന്യൂ നിങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ജോലി ചെയ്യാലോ. നിങ്ങളെ പോലുള്ള യൂട്യൂബിൽ നിന്ന് കാണുന്ന ആൾക്കാർക്ക് നമ്മൾ ഗൂഗിൾ പേ വഴി ഫ്രീ ആയി അയച്ചു തരുന്ന സിംഗിൾ ഡീൽ. അമ്മ എവിടെ പോയാലും ഇവിടെ ഇരുന്നോടും. ഏതാ കഥ നമുക്ക് ഫുൾ സെറ്റ്. കാവൽ ചങ്ങലയും വേണ്ട, ഒന്നും വേണ്ട. പോയി. അതേപോലെ ഇന്നും കരി കുടിക്കാൻ പോവുകയാണ് ഗൈസ്. പോയാണ്ട് കരിക്ക് നമ്മുടെ മസ്റ്റ് സാധനമാണ്. ഈ സാധനത്തിൻ്റെ മെയിൻ സാധനം കരിക്കാണ്. ഫുള്ള് കരിക്കിലാണ് കളി. അപ്പോൾ കരിക്ക് കുടിച്ചിട്ട് കാണാം ഗൈസ്. കരിക്ക ചാണല്ലോ. പിന്നെ ഇവിടുത്തെ കരിക്കിൻ്റെ ഇവിടെ 30 രൂപ, അന്ന് കുടിച്ചത് 40 രൂപ. ഓരോ സ്ഥലത്ത് നല്ല വ്യത്യാസം ഉണ്ടല്ലേ. കുഞ്ഞിക്കരിക്ക് എല്ലാം കുഞ്ഞി ചെറിയ. നമ്മളവിടെ അത്രയും മധുരമില്ല, മധുരം കുറവാണ് ഗൈസ്. ഏണ്ട് കരിക്ക് കാര്യമില്ല. നമ്മളവിടെ തന്നെയാണ് പറ്റുക. പിന്നെ യലഹങ്കയിലൊരു യലഹങ്കത്തെ അണ്ണൈ ഇരിക്കുന്നുണ്ട്. അണ്ണയുടെ നേതൃത്വത്തിലാണ് ഇന്ന് നമ്മ കല്യാണം. അപ്പൊ ബാക്കി തല്ലും വെക്കാനായിട്ട് നമുക്ക് ഷോ കാണാൻ വന്ന് ഒരു വഴിക്കായ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സംഭവം നമ്മ ഇവിടെ വന്നു, ജാതി ട്രാഫിക്കിൻ്റെ ഇടയിൽ ഒന്നും കാട്ടാൻ പറ്റില്ല. അങ്ങനെ ഇവിടെ ഏതോ ഒരു പേൻ പാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ അങ്ങോട്ട് നടക്കണമെന്ന് ഒരു പിടുത്തമില്ല. അങ്ങനെ ഭാഷ നമുക്ക് രണ്ടുപേർക്കും പിന്നെ അറിയുകയില്ല. അപ്പോൾ നമ്മ ഇങ്ങോട്ട് നടന്നെത്തിയിട്ട് എയർ ഷോൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എയർ ഷോ കാണിച്ചു തരാൻ പറ്റുമോ? അത് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ട്രാഫിക്കിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. ഇത് കണ്ടു ഏതാ ട്രാഫിക് നോക്കി. ഇവിടെ നിന്ന് പോകാൻ തന്നെ 1 മണിക്കൂർ എടുക്കാം. പിന്നെ ഇവിടുത്തെ കഥ ഗൈഡ് എയർഫോഴ്സിൻ്റെ വണ്ടി ജിപ്സി. നടന്ന് നമ്മ സെക്യൂരിറ്റി ഗേറ്റിൻ്റെ അടുത്ത് വരെ എത്തി ഗൈസ്. 1 കിലോമീറ്റർ എയർഫോഴ്സിൻ്റെ അകത്തേക്ക് കൂടി നടക്കാൻ. നിങ്ങൾ ആൾക്കാരോ ജനസാഗരം. അയ്യോ സീൻ തന്നെ. എന്തോരം നടക്കണമെന്നറിയില്ല. ഐറ്റംസ് ഉണ്ടോ? ഇതൊക്കെയാണ്
നമ്മുടെ മെയിൻ സാധനങ്ങൾ കാണാതൊക്കെയാണ് നമ്മുടെ മെയിൻ വെടിക്കോപ്പുകൾ. പ്രോപ്പർ ടൈമിങ് ഇത് കാണാനുള്ള കാഴ്ച തന്നെ എല്ലാം നിങ്ങളെ കാണിച്ചു തരും. സെറ്റ് ഓക്കെ ഗൈസ്, ഏതൊക്കെ കിടക്കണ സാധനങ്ങൾ നോക്കി അടുത്ത് കാണാനും പറ്റും. ഈ ജാതി ഐറ്റംസ് കാണാം. നമ്മൾ എയർപോർട്ടിലൊക്കെ എന്തോരം നമുക്ക് കൺമുന്നിൽ കാണാം ഇമാതിരി ഐറ്റംസ്. കിടക്കണ സാധനമൊക്കെ നോക്കി ജാതി സൗണ്ടാ രക്ഷയില്ല. കണ്ട മസ്റ്റ് വാച്ച് മിസ്സായതന്നെ എല്ലാവരും കാണാം. പിന്നെ ആദ്യമായിട്ടാണ് ഇത് അടുത്ത് കാണുന്നത് അല്ലേ? പുളി പുളി സാധനം ഒരെണ്ണം പോകണം, വേഗം പോകണം ഒരെണ്ണം. സാധനങ്ങള് നോക്കിയേ. അയ്യോ ഫ്യൂലിംഗാന്ന് പറഞ്ഞാലേ മെഷീൻ കണ്ടോ ഫ്യൂലിൻ്റെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഫ്യൂലിങ്ങിൻ്റെ മെഷീൻ.
നൈസായിട്ട് ഓവറായി. എയർ ഷോ ഒരു രക്ഷയില്ല. വിഷയം എന്നുവെച്ചാൽ വീഡിയോയിൽ നമുക്ക് കാണാൻ ഒരു പരിധി ഉണ്ട്. പക്ഷെ ഉണ്ടല്ലോ, നിങ്ങൾ എപ്പോഴെങ്കിലും ബാംഗ്ലൂർ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊന്ന് കണ്ടിരിക്കുക. ഒരു പ്രാവശ്യമെങ്കിലും കാണാനുള്ള സാധനം, നൈസ് സാധനം. അപ്പം എല്ലാവരും കണ്ടിരിക്കാൻ ചെറിയ ചെറിയ ക്ലിപ്പുകൾ എന്താക്കുക, ഇതിൽ ആഡ് ചെയ്യാം. അയ്യോ രക്ഷയില്ല. എന്താ സാധനം, ഇതിൻ്റെ അടി കൂടി മിസൈലോടെ എന്താ നമ്മ എയർ ഷോ ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ എയർ ഷോ ഒക്കെ ഒരു വിഷയമായിരുന്നു. നിങ്ങൾ എല്ലാവരും കാണണ്ടായിട്ട് തന്നെ 2 വർഷത്തിലൊരിക്കലേ ഇവിടെ ഉണ്ടാവുള്ളൂ ഈ എയർ ഷോ. അങ്ങനെ സംഭവമുണ്ട്. അപ്പം നോക്കിയിട്ട് ഇവിടെ വരണവർ അതൊക്കെ ഒന്ന് കണ്ട് മസ്റ്റായിട്ടും കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം കണ്ടിരിക്കുക, അത്ര തന്നെ. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വ്ളോഗുമായി നാളെ കാണുന്നവരെ ബൈ ഗൈസ്.